അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ലോബിക്ക് വേണ്ടി പതിറ്റാണ്ടുകൾ പഴക്കമുള്ള തണൽ മരങ്ങൾ മുറിക്കാൻ നീക്കം. റോഡ് വികസനത്തിന്റെ പേരിലാണ് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിന് മുന്നിലെ മരങ്ങൾ മുറിക്കാൻ ശ്രമിക്കുന്നതെന്ന് പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഗാന്ധി സ്മാരക നിധിയുടെ കൂടി അറിവോടെയാണ് മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചത്. ട്രാഫിക് തിരക്കില്ലാത്ത റോഡിലെ മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചതിൽ ദുരൂഹതയേറുകയാണ്. ജനരോക്ഷം ഭയന്ന് മരം മുറിക്കാനുള്ള തീരുമാനം പരമരഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും കുളിർമയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് സ്വാതി തിരുനാൾ കോളേജിന് മുൻവശം. ഒരുപാട് ആളുകളാണ് ഈ പ്രദേശത്ത് ദിനംപ്രതി എന്നോണം ശുദ്ധവായു കൊള്ളുന്നതിനായി മാത്രം എത്തിച്ചേരുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജഭരണകാലത്ത് നട്ടുപിടിപ്പിച്ച തണൽമരങ്ങൾ പക്ഷികളുടെയും നഗരത്തിലെ ആശ്രയങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഏതു നിമിഷം വേണമെങ്കിലും ഈ മരങ്ങൾക്ക് കത്തി വീണേക്കാം. റോഡ് വികസനത്തിന്റെ പേരിലാണ് ഈ പ്രദേശത്തെ മരങ്ങൾ വെട്ടാനുള്ള രഹസ്യ നീക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചത്. നൂറ്റാണ്ടുകളുടെ പൈതൃകം പേറുന്ന ഈ മരങ്ങൾ വെട്ടിമുറിച്ചാൽ ഈ മരങ്ങളും അതിന്റെ തണലും പിന്നെ ഓർമ്മ മാത്രമാവും. 2015 ഡിസംബർ 12 സർക്കാർ വിളിച്ചൊരു യോഗത്തിൽ വെച്ച് റോഡ് വികസനത്തിനായി സ്ഥലം വിട്ടുതന്നേ മതിയാവൂ എന്ന് ഗാന്ധിയൻ സ്മാരക നിധിയോട് ആവശ്യപ്പെട്ടു. 99 വർഷത്തേക്ക് സർക്കാർ പാട്ടത്തിന് വിട്ടുകൊടുത്ത ഭൂമി പതിച്ചു കിട്ടാൻ ആയിടെയാണ് ഗാന്ധിയൻ സ്മാരക നിധി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചത്. ഭൂമി പതിച്ചു കിട്ടണമെങ്കിൽ കയ്യിലുള്ള മരങ്ങൾ നിൽക്കുന്ന പ്രദേശം വിട്ടുതന്നേ മതിയാവൂ എന്നും പുതുക്കിയ പാട്ടത്തുക ഈടാക്കൂ എന്നും ജില്ലാ ഭരണകൂടം കർശന നിലപാടെടുത്തു. പാട്ടഭൂമി പതിച്ചു കിട്ടും എന്ന് കേട്ടപ്പോൾ പരിസ്ഥിതി സ്നേഹികളായ ഗാന്ധിയൻ സ്മാരക നിധി സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്ന് മുദ്രപത്രത്തിൽ സർക്കാരിന് എഴുതി നൽകി. പരിസ്ഥിതിക്ക് വേണ്ടി നിരന്തരം മുറവിളി കൂട്ടുന്നവരെ കൂടി പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഈ മരങ്ങൾ വെട്ടാനുള്ള സമ്മതപത്രം തയ്യാറാക്കപ്പെട്ടത്. അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്ന സ്ഥലമായതിനാൽ റോഡിലെപ്പോഴും ബ്ലോക്ക് ഉണ്ടാകുന്നതിനാലാണ് വീതി കൂട്ടാൻ ശ്രമിക്കുന്നതെന്ന് സർക്കാർ പറയുന്നു. എന്നാൽ മണിക്കൂറുകൾ നിന്നിട്ടും അത്തരമൊരു ട്രാഫിക് കുരുക്കും ഞങ്ങൾക്ക് കാണാനായില്ല. ഒരു പ്രദേശവാസിയുടെ അഭിപ്രായം കേൾക്കുക. ഇവിടെ ഞങ്ങൾ 10-12 വർഷമായി ഈ പ്രദേശത്ത് ഇരിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഈ പ്രദേശത്ത് അങ്ങനെ ഒരു ബ്ലോക്ക് ഇതുവരെ ഞങ്ങളെ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഈ സംഭവം അതിനെപ്പറ്റി അറിയത്തുമില്ല. തണൽ മരങ്ങൾ മുറിച്ചാൽ അതിന്റെ പ്രയോജനം ലഭിക്കുന്നത് ഇവിടെ നിന്നും പുറപ്പെടുന്ന ദീർഘദൂര വോൾവോ ബസ് ലോബിക്ക് മാത്രമായിരിക്കും. അന്തർ സംസ്ഥാന വാഹന ലോബിക്ക് വേണ്ടി ഈ പച്ചപ്പുകൾ വെട്ടി നശിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നവർ ഈ സമൂഹത്തിന്റെ വളർച്ച കാക്ഷിക്കുന്നവരാണെന്ന് കരുതുക വയ്യ. ഈ മരങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നവർ നാളെയുടെ പൊതുശത്രുക്കളാണ്. ക്യാമറമാൻ അഖിലേഷിനൊപ്പം എസ് ജീവൻകുമാർ, തിരുവനന്തപുരം.